നവതി നിറവിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം 29-ന് ഉച്ചകഴിഞ്ഞ് 3-ന് നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ IPS നിർവഹിക്കും. നവതിയോടനുബന്ധിച്ച് ആഗോള നിലവാരത്തിലുള്ള രോഗനിർണയ ഗവേഷണ സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് LF ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റേഡിയോളജി റിസർച്ച് ആൻഡ് ഇമേജിംഗ് സയൻസ് എന്ന പേരിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കപ്പെടും. ആശുപത്രിയുടെ ചിരകാല സ്വപ്നമായിരുന്ന അത്യാധുനിക റേഡിയോളജി സംവിധാനങ്ങൾ കോടികൾ മുടക്കി ഈ നവതി വർഷത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ അറിയിച്ചു. ഈ വിഭാഗത്തിൽ അതിനൂതന CT, MRI, മാമോഗ്രാം, അൾട്രാസൗണ്ട് തുടങ്ങിയ സംവിധാനങ്ങൾ 24 മണിക്കൂറും ലഭ്യമായിരിക്കും. ബിഷപ്പ് മാർ തോമസ് ചക്കിയാത്ത് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ വർഗീസ് പാലാട്ടി, ഫാദർ പോൾസൺ പേരേപ്പാട്, ഫാദർ എബിൻ കളപ്പുരയ്ക്കൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സ്റ്റിജി ജോസഫ്, മുൻ ഡയറക്ടർമാർ, മുൻ മെഡിക്കൽ സൂപ്രണ്ടുമാർ, മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ തുടങ്ങിയവർ പ്രസംഗിക്കും. 1936 ഫെബ്രുവരി 9-ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ കീഴിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ടാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി പ്രവർത്തനം തുടങ്ങുന്നത്. 1961-ൽ ആശുപത്രിയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നഴ്സിംഗ് സ്കൂൾ ആരംഭിച്ചു. 1964-ൽ പിന്നീട് ആഗോള പ്രശസ്തി ആരംഭിച്ച നേത്ര ചികിത്സാ വിഭാഗം പ്രവർത്തനം തുടങ്ങി. വജ്ര ജൂബിലിയുടെ തിളക്കത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തന മികവിന് അംഗീകാരമെന്നോണം 1970-ൽ അന്താരാഷ്ട്ര ഏജൻസിയായ ഓക്സ്ഫാമിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പുതിയ ഔട്ട് പേഷ്യന്റ് ബ്ലോക്ക് ആശുപത്രിയുടെ മുഖഛായ തന്നെ മാറ്റി. ഇതേ വർഷം തന്നെ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ നേത്ര ബാങ്ക് ഇവിടെ പ്രവർത്തനം തുടങ്ങാനായത് ഈ ആശുപത്രി ചരിത്രത്തിൽ ഇടം നേടി. ആധുനിക ഹൃദ്രോഗ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഈ പ്രദേശത്തെ ഗ്രാമീണ ജനതയ്ക്ക് നൽകാൻ സ്ഥാപിച്ച ലിറ്റിൽ ഫ്ലവർ ഹാർട്ട് കെയർ സെന്റർ പ്രഖ്യാപിത നേട്ടം കൈവരിച്ച് 4 നൂറ്റാണ്ട് പിന്നിട്ട് മുന്നോട്ട് കുതിക്കുന്നു. കേരളത്തിലെ 2ാമത്തെ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് ഇവിടെയാണ്. വൃക്ക രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന കണക്കിലെടുത്ത് താങ്ങാവുന്ന ചിലവിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നവതി വർഷത്തിൽ ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സ്ഥാപനം. വിഷചികിത്സയ്ക്ക് പണ്ടേ പേരുകേട്ട ഈ ആശുപത്രി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള വിഷചികിത്സാ ഗവേഷണ കേന്ദ്രം കൂടിയാണ്. NABH അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഒട്ടുമിക്ക സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കം 28 ചികിത്സാ വിഭാഗങ്ങളായി ദക്ഷിണേന്ത്യയിലെ ആരോഗ്യ ഭൂപടത്തിൽ നിർണായക സ്ഥാനം അലങ്കരിക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ 25 ഓപ്പറേഷൻ തിയേറ്ററുകളും 33 കിടക്കകളുമുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി നവതിയോടനുബന്ധിച്ച് ആരംഭിച്ച എമർജൻസി ആൻഡ് ട്രോമ കെയർ വിഭാഗം ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടുവാൻ ഈ സ്ഥാപനത്തെ സുസജ്ജമാക്കുന്നു. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക മെഡിക്കൽ പാർട്ട്ണർ കൂടിയായ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് കൂനമ്മാവിൽ ഒരു അനെക്സ് ഹോസ്പിറ്റലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 8 വിഷൻ സെന്ററുകളും ഉണ്ട്. നവതിക്ക് മുന്നോടിയായി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയോടനുബന്ധിച്ച് ഏഴാറ്റുമുഖത്ത് LF സൗരഭ്യ എന്ന പേരിൽ യോഗ, ആയുർവേദ, പ്രകൃതി ചികിത്സാ സൗകര്യങ്ങളോടെ വെൽനസ് വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ വിഭാഗങ്ങളിലായി ഡിപ്ലോമ, ബിരുദാനന്തര കോഴ്സുകൾ മുതൽ PhD വരെയുള്ള വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലായി ആശുപത്രിയുടെ അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നു. നവതിയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി സൗജന്യ ചികിത്സാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ഡയറക്ടർ അറിയിച്ചു.